നമുക്ക് സഹനമുണ്ടാകുന്നുണ്ടെങ്കിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ സഹനം നമ്മളെ ദൈവം തരുന്ന സഹനമാണ്. ദൈവം എന്തിനു വേണ്ടി? നമ്മളെ അവർക്ക് പറഞ്ഞേ, നമ്മളെ കഴുകാൻ, വിശുദ്ധീകരിക്കും. എന്തിനു വേണ്ടി? നമ്മളെവിടെ കൊണ്ടുപോകാൻ വേണ്ടി? പറഞ്ഞേ, സ്വർഗത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ചിലപ്പോൾ നമ്മുടെ മാത്രം പാപപരിഹാരമായിട്ടല്ല, നമ്മുടെ കൂടെയുള്ളവരുടെയും പാപത്തിൻ്റെ ചിലപ്പോൾ ഒരു സഹനം നമ്മൾ എടുക്കേണ്ടി വരും. അത് സമൂഹത്തിൻ്റെ പോലെ ചെയ്യേണ്ടി വരും. അതൊരു ശിക്ഷയല്ല, അത് രക്ഷയാണ്. അതെല്ലാം ദൈവം തരുന്നൊരു കൃപയായിട്ട് കാണണം. അതുകൊണ്ടാണ് ഈ കരുണയുടെ വർഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. സർവ്വത്തിൽ ഹല്ലേലൂയാ. അപ്പോൾ പാപക്കടന, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണ്ടേ. പാപങ്ങൾക്കെല്ലാം എന്തുണ്ട്? നമ്മളയാളുടെ ജീവിതം നശിപ്പിച്ചെന്ന് വെച്ചു, കടമുണ്ട്. യുവാക്കൾ യുവതികളൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കൂടി ഒരുപാട് പേരെ നശിപ്പിച്ചിട്ട് അവസാനം കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ ഇറങ്ങുന്ന എല്ലാ കാര്യത്തിനും ഒരു ബ്ലോക്ക്. ശരിയാ, ദൈവാനുഗ്രഹം കിട്ടത്തില്ല. അത് ഈ ഗ്രേസ് ഒഴുകണമെങ്കിൽ കടങ്ങൾ തീരണം. അപ്പം അതുകൊണ്ട് കാണുന്നതിൻ്റെ നമ്മൾ തെറ്റ് ചെയ്യാൻ എല്ലാവരും സാത്താൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ രോഗിയായിട്ട് തരും. അതുകൊണ്ടൊന്നും ചെയ്യരുത്. വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരമാവധി ഹോളിനെസ്സിൽ, വിശുദ്ധിയിലും ദൈവഭക്തിയിലും ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവത്തിൻ്റെ കരുണയെ കരുണയുടെ അളവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ അളവ്, പക്ഷെ അത് സ്വന്തമാക്കാൻ നമ്മൾ തിരിച്ചു വരണം. അതുകൊണ്ട് ഈ വർഷം ദൈവം സഭയിലൂടെ ഒരുക്കിയിരിക്കുന്ന പൂർണ്ണ ദണ്ഡ വിമോചനം അത് നമുക്ക് വാങ്ങണം. എല്ലാവരും വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവം പഠിപ്പിച്ച കാര്യമുണ്ട്. അതിനകത്ത് 3 കാര്യം. എല്ലാവരും ഉണ്ട്. കരുണക്കൊന്ത ഇല്ലിക്കഴിഞ്ഞാൽ കരുണ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേർ. തീർച്ചയായിട്ടും കരുണക്കൊന്ത ഇല്ലെങ്കിൽ കരുണ കിട്ടും, പോരാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പിന്നെ പശ്ചാത്താപം വേണം, പിന്നെ കരുണയുടെ പ്രവർത്തികൾ ചെയ്യണം. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാതെ പ്രാർത്ഥന ചൊല്ലിക്കൂട്ടിയുണ്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ചൊല്ലിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്, കരുണയുടെ പ്രാർത്ഥന, കരുണയുടെ പ്രവർത്തികൾ നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കരുണയുടെ പ്രവർത്തികൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കരുത്, മറ്റാരും നമ്മൾ മുഖാന്തരം വേദനിപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലും കോപത്തിലും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരൊക്കെ മനസ്സറിഞ്ഞോ അറിയാതൊക്കെ നമ്മൾ പീഡിപ്പിച്ചിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമുക്ക് കിട്ടിയ ചില വേദനയുടെ തിരിച്ചടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് കിട്ടിയ ചില മുറിവിൻ്റെ തിരിച്ചടികൾ ചിലപ്പോൾ അപ്പനോട് തീർത്തിട്ടുണ്ടാകാം, അമ്മയോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, അയൽക്കാരോട്, പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ടാകാം. അതായത് പ്രതികാരം ചെയ്യരുത്, നിർത്തണം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം അച്ഛൻ ഉറപ്പിച്ച് പറയുന്നു, മടങ്ങി വരുന്നവന് കിട്ടുന്നത് അവനെ ദാസനാക്കുകയല്ല പുത്രനാക്കുന്നൊരു ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരുണയുടെ അളവ് വലിയൊരു അളവാണത്, വലിയൊരു അളവ്. അതുകൊണ്ടല്ലേ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് നല്ല വസ്ത്രം കൊടുത്തു. അന്ന് വരെ അവന് വസ്ത്രം ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ അവൻ്റെ പേര് പോയി, വസ്ത്രം ഒരുവൻ്റെ അഡ്രസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവൻ്റെ സൽപ്പേര് പോയെന്ന് കാണാൻ പറ്റും. അപ്പം അവൻ പാപം മൂലം അവൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു. ദൈവം മുമ്പിലും സമൂഹത്തിന് മുമ്പിലൊക്കെ അവൻ്റെ ആ പേര് നഷ്ടപ്പെട്ടു പോകും. അവൻ്റെ കഷ്ടപ്പാട് അർത്ഥമില്ലാതായി തീരുക. പക്ഷേ ഇവിടെ വെച്ച് അനുദപിച്ച് വരുന്നവന് വസ്ത്രം കൊടുക്കുന്ന ദൈവം, അവനെ പുതപ്പിക്കുന്ന ദൈവം, അവനെ ഉടുപ്പിക്കുന്ന ദൈവം വസ്ത്രം കൊടുത്തു. അവൻ നഷ്ടപ്പെട്ടു പോയ ആ മാന്യത അവൻ കൊടുക്കുക, നിന്ദനം മാറ്റിയിട്ട് അവനെ ദൈവം വളർത്തുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ആഴം. പ്രൈസ് ദി ലോർഡ്. ആണ് ദൈവം ഒരിക്കലും ഒരു പാപിയെ തകർക്കുന്ന ദൈവമല്ല, അവനെ ദൈവം ഉടുപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പാപി അവനെ നഗ്നനാക്കുക. അതാണ് ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ നഗ്നനായിത്തീരുക, അവൻ അപമാനം അനുഭവിക്കുന്നു. പക്ഷെ ദൈവം അവനെ വസ്ത്രം ഉടുപ്പിക്കുന്ന ദൈവം, അവന് മാന്യത കൊടുക്കുന്ന, അവന് വില കൊടുക്കുന്ന, അവനെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ. അത് അനുഭവിക്കാൻ കിട്ടും. നമ്മൾ തിരിച്ചു വന്നതെല്ലാം കിട്ടും. 2 അവന് കൊടുക്കുന്നത് കാലുകളിൽ ചെരുപ്പടിക്കും. ആ 2ാമതവന് ശരിക്കും അവന് മോതിരം കൊടുക്കും. സംഭവം മോതിരം ശരിക്കും ഒരു വിവാഹം നടക്കുമ്പോൾ സാധാരണ മോതിരം കൊടുക്കുന്നത്. പുരുഷൻ സ്ത്രീക്ക് മോതിരമിട്ട് ഇന്ന് മുതൽ നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണെന്ന് പറഞ്ഞ് വിവാഹം മോതിരം കൊടുക്കുന്നു. ഇവിടെ പുത്രത്വത്തിൻ്റെ മോതിരം കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം നീ എൻ്റേതാണ് അല്ലെ. വിവാഹം കഴിച്ച പിന്നെ അവൾ ഇവൻ്റേതായിത്തീരുന്നു.
ഇവൻ അവളുടേതായിത്തീരുന്ന സംഭവം. ഇവിടെ ഒരു പാപി മാനസാന്തരപ്പെട്ട് വരും, ദൈവം മോതിരം കൊടുക്കുക, ദൈവപുത്ര സ്ഥാനം കൊടുക്കുക, അവനുമായിട്ട് വിവാഹം നടത്തപ്പെടുക. കാരണം അവൻ ദൈവത്തിൻ്റെതായിത്തീരുക, യേശു ക്രിസ്തുവുമായിട്ട് ഒന്നായിത്തീരുകയാണ്. അതാണ് അനുദപിച്ച് വരുന്നവൻ യേശുവിൻ്റെ മാത്രമായിട്ട് തീരുന്ന സംഭവം. യേശുവിനെ സ്വന്തമാക്കി, ഞാൻ നിന്നെ സ്വന്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഫിലിപ്പി ലേഖനം 3:12 പറഞ്ഞു, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കുക. സ്വന്തമാക്കുക, വിവാഹത്തിലൂടെ സ്വന്തമാക്കുന്നത് പോലെ ഈ കരുണയുടെ വർഷത്തിൽ ദൈവം നിങ്ങളെല്ലാവരെയും തൻ്റെ മോതിരം വിട്ട് സ്വന്തമാക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഒരനുഭവത്തിലേക്ക് എല്ലാവർക്കും വരാനിടയാകട്ടെ. അത് തിരിച്ചു വരുന്നവന് കിട്ടുന്നൊരു അനുഗ്രഹമാണ്. ദൈവം കൊടുക്കുന്നൊരു മോതിരം വിട്ട് അവനെ സ്വന്തമാക്കുന്ന സംഭവം. പ്രൈസ് ദി ലോർഡ്. സ്വന്തമാകാൻ സാധിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അഭിനയിച്ചിട്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ നമ്മൾ സ്വന്തമായോ ഇല്ലയോ ചിന്തിച്ചാൽ മാത്രം മതി. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആത്മീയരായിട്ടും ദൈവത്തിന് സ്വന്തമായവരെ പോലെയൊക്കെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും ശരിക്കും സ്വന്തമായിത്തീർന്നോ എന്ന് സ്വയം ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് മാനസാന്തരപ്പെടുന്നവനെ ദൈവം സ്വന്തമാക്കുന്നു. മൂന്നാമത് അവൻ്റെ കാലുകളിൽ ചെരുപ്പിട്ട് കൊടുക്കുന്നു. വലിയ അതായത് ഇനി മുതൽ നിന്നെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നിന്റെ പാദങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമായിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സ്വന്തമാക്കൊണ്ട് അവനെ ചെരുപ്പിടിപ്പിച്ച്, മോതിരണിയിച്ച്, വസ്ത്രം ധരിപ്പിച്ച് ഒരു ആഘോഷം നടത്തുക. വിവാഹ ആഘോഷം പോലെയാണ്. വിവാഹ സ്വർഗീയ വിരുന്ന് ആഘോഷം നടക്കുക. നഷ്ടപ്പെട്ട ഒരാളെ സ്വർഗത്തിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്ന, ദൈവം മുഴുവൻ ആനന്ദിക്കുന്ന സംഭവം. അതുകൊണ്ട് ഇവിടെ ഇതാണ് നടക്കേണ്ടത്. നമ്മൾ ദൈവം ആനന്ദിക്കണം. അപ്പോൾ ദൈവത്തിന് അപ്പോൾ നിനക്കെല്ലാം കിട്ടുകയാണ്. പക്ഷേ പാപിയുടെ വിചാരം എന്താ? അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാനെല്ലാം നശിപ്പിച്ചവനല്ലേ, ഞാൻ തീർത്തതല്ലേ, ഞാൻ വേശ്യയോടുകൂടെ ജീവിച്ചതല്ലേ, ഞാൻ മദ്യപിച്ചതല്ലേ, മുഴുവൻ നശിപ്പിച്ചതല്ലേ, എനിക്കൊന്നും കിട്ടില്ല. എനിക്ക് അവിടെ കിട്ടാൻ പോകുന്ന ആകെയുള്ളത് മാക്സിമം പോയാൽ ഒരു ദാസനായിട്ട്, ഒരു വൃത്തിനായിട്ട് കിട്ടുകയുള്ളൂ. അത്രേ അവൻ്റെ ആഗ്രഹം. അതാണ് മനുഷ്യന് അത്രേ ചിന്തിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന് അത്ര ചിന്തിക്കുക. അവൻ തന്നെ അവനെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതാണ് അവൻ്റെ പരാജയത്തിന് കാരണം. പ്രൈസ് ദി ലോർഡ്. നീ നിന്നെ ജഡ്ജ് ചെയ്യരുത്, നീ നിന്നെ വിധിക്കരുത്. വിധി ആർക്ക് വിട്ടുകൊടുക്കുക? ദൈവത്തിന് വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ആരെയും വിധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെയും വിധിക്കരുത്. കാരണം ദൈവം അവനെ വിധിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ മനോഭാവം, അവൻ മാനസാന്തരത്തിൻ്റെ ആഴം, അവൻ്റെ കണ്ണുനീരിൻ്റെ അളവ് ആ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം തിരിച്ചു വരുന്ന പാപിക്ക് കൊടുക്കുന്ന അനുഗ്രഹം എത്ര അളവെന്ന് പറയാനായിട്ട് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ യേശുവേ നന്ദി, ഹല്ലേലൂയ. അവിടെ മറ്റേ സഹോദരനെ കുറിച്ചും കൊണ്ട് 2 പുത്രന്മാർ. ഒരുവൻ അപ്പൻ്റെ കൂടെ കഴിയുന്നുണ്ട്. അവൻ വന്നപ്പോൾ ഇവൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അപ്പനോട് വന്ന് വഴക്കിടുന്നുണ്ട്. അവൻ വീട്ടിൽ കയറുന്നില്ല. അപ്പോൾ പറഞ്ഞത്, നീ എനിക്ക് ഭക്ഷണം തന്നില്ല, നീ എനിക്ക് വിരുന്ന് തന്നിട്ടില്ല, എൻ്റെ സ്നേഹമൊന്നും ചെന്നിട്ടില്ല. അവനിങ്ങനെ അസ്വസ്ഥനായിട്ട് നിൽക്കുന്നു. ധൂർത്തപുത്രൻ തിരിച്ചു വന്നത് ഇഷ്ടപ്പെടാത്ത ഒരു സഹോദരനെ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്കൊക്കെ ഒന്ന് വരാൻ പറ്റുന്ന സംഭവം. നമ്മുടെ സഭയിൽ ചില മക്കൾക്കൊക്കെ അതുണ്ട്. ചില ആളുകളൊക്കെ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒത്തിരി ആളുകൾ, അവനെ അംഗീകരിക്കാൻ പറ്റാത്ത, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഈ അപ്പന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു മനസ്സിലാകും, ദൈവത്തിന് 2 മക്കളെയും നഷ്ടപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. കൂടെ ഉള്ളവനെയും നഷ്ടപ്പെട്ടതാ, ദൂരെയുള്ളവനെ നഷ്ടപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ഇതിനർത്ഥമുണ്ട്. ഈശോയുടെ കാലഘട്ടം വെച്ചുള്ള അർത്ഥം ഇത് യഹൂദരെയും വിജാതീനെയും കുറിച്ചാണ്. വിജാതീനും സ്വജാതീനും ഒരുപോലെ. യഹൂദനും ദൈവത്തിന് നഷ്ടപ്പെട്ടതാ. വിജാതീരെ ദൈവത്തിന് നഷ്ടപ്പെട്ടു. കൂടെ ഉണ്ടായിട്ടും ദൈവത്തെ അറിയാത്തവനാണ് മൂത്ത സഹോദരൻ. പ്രൈസ് ദി ലോർഡ്. കൂടെ ഉണ്ടായിട്ടും ദൈവത്തെ അറിയാതെ, ദൈവത്തിന് കൂടെ ഇരുന്നിട്ടും. അപ്പൊ അവനും പ്രായോഗിക തലത്തിൽ പറഞ്ഞ അവനും ഒരു ധൂർത്തപുത്രനാണ്. പാപം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത വീട്ടിൽ കഴിയുന്ന സഹോദരൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ അത് പള്ളിയിൽ പോകുന്നവരായിരിക്കും, നമസ്കാരവും കുർബാനയൊക്കെ മുടങ്ങാതെ നടത്തുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളും അങ്ങനെ ആയിരിക്കാം. കൂടെ നടക്കുന്നെങ്കിലും ദൈവത്തെ അറിയാത്ത മക്കളായിരിക്കും നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതും നമുക്ക് കിട്ടിയത് പോരെന്നുള്ള പരാതി പറയുന്നതും. എന്തെങ്കിലും അളവ് കുറഞ്ഞാൽ ഉടനെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. ഒരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ഉടനെ നമ്മൾ പള്ളിയിൽ പോകും പ്രാർത്ഥനയൊക്കെ നിർത്തിവെക്കുന്നതും ഒക്കെ ചെയ്യുന്നത് കൂടെ നടന്നിട്ടും നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ. യേശുവേ നന്ദി.
പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുന്ന ആളാണോ, എവിടെയാണെന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കണം. എന്നിട്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരണം. സ്വരമോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അനന്തമായ സ്നേഹം, കരുണയുള്ള സ്നേഹം, വാത്സല്യമുള്ള സ്നേഹം, ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അത് അനുഭവിക്കാൻ പറ്റട്ടെ. അത് അനുഭവിക്കണമെങ്കിൽ മടങ്ങി വരണം. മടങ്ങി വന്നപ്പോൾ അനുഭവിക്കാൻ പറ്റിയത്. അവിടെ വേറെ അർത്ഥമുണ്ട്. ഈ കൂടെ നിൽക്കുന്ന ആ മകന് ഈ ദൈവത്തെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, ദൈവത്തിന് രക്ഷ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. കൂടെ ഇരുന്നിട്ട് അവൻ അനുഭവിക്കാൻ പറ്റാത്തവനാണ്. പക്ഷെ ദൂരെയുള്ള അവിടെയും അവനൊരു ഈ കൂടെ നിൽക്കുന്നവനും ഒരു മാനസാന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നും കുമ്പസാരിക്കുന്നവനും ഒരു മാനസാന്തരത്തിൻ്റെ ഒരു തത്വം ഉണ്ടാകേണ്ടതുണ്ട്. എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനും മാനസാന്തരപ്പെടേണ്ട ഒരു ഘടകമുണ്ട്. എന്നും ധ്യാനിക്കുന്നവന് ചിലപ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു മേഖല അവശേഷിക്കുന്നുണ്ട്. കാണിച്ചാൽ അവർ അതാണ് ചിലപ്പോൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഉൾപ്പെടെ ചില ആളുകളുടെയൊക്കെ ചില സമയത്തുള്ള ചില സഹനങ്ങളും തകർച്ചകളും വരുമ്പോൾ പെരുമാറ്റം കാണുമ്പോൾ അതൊക്കെ മനസ്സിലാകും. ഒരു കൂടെ നടന്നെങ്കിലും ഒരു കൂടെയല്ല. പ്രസലോഷ് കൂടെ ഉണ്ടെങ്കിലും ഒരു കൂടെയല്ല. അവരകലെയാണ്. അവരുടെ മനസ്സുകൊണ്ട് അവരകലെയാണ്. ശരീരം കൊണ്ട് മാത്രം സമീപത്ത്, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ കഴിയുന്ന ആളുകൾ. സർവ്വ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. രണ്ട് കാര്യം പഠിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. പോരാ, ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ബന്ധനെല്ലാം അടിഞ്ഞു പോട്ടെ, കട്ടായിട്ട് എല്ലാ കെട്ടുകളും അടിയട്ടെ. പൈശാചിക പീഡകൾ മൊത്തം വിട്ടുപോട്ടെ. പോരാ, നന്നായിട്ട് അടിയട്ടെ. ഒറ്റ വിളി ഈശോയേ, 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 ഈശോയേ. ഞാൻ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ ഈ ആത്മീയ മക്കളായ ചില ആളുകളെ കുറിച്ച് കാണുമ്പോൾ സങ്കടം വരും. അവർക്ക് ധ്യാനവും കൂടുകയോ രോഗശാന്തികളും അത്ഭുതങ്ങളും ഒക്കെ കിട്ടും. പ്രിസലോഷ് ഇവിടേക്കും ചില സാക്ഷ്യങ്ങളൊക്കെ വളരെ രസമുള്ള സാക്ഷ്യങ്ങൾ. യേശുവേ നന്ദി. സാക്ഷ്യം കിട്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കഴിഞ്ഞ ആൾ കിട്ടിയൊരു സാക്ഷിയാണ്. ആൾ സാക്ഷ്യത്തിൻ്റെ അവിടെ വച്ച സാക്ഷ്യം എഴുതിയിരിക്കുന്നു. അപ്പോഴൊക്കെ 1 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ ധ്യാനിക്കാൻ വന്നു. പ്രിസലോഷ് ഞങ്ങൾ ക്യാൻസർ, ശരിക്കുള്ള ഒരു ക്യാൻസർ രോഗിയായിരുന്നു. വെച്ചാൽ സീരിയസ് ആയ ക്യാൻസർ രോഗമായിട്ട് ഞാൻ ഇവിടെ വന്നു. പ്രിസലോഷ് ധ്യാനത്തിൽ വെച്ച് കർത്താവ് എന്നെ തൊട്ടു. പ്രിസലോഷ് ധ്യാനം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി. ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ എൻ്റെ ശരീരം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടതായിട്ട് കൊണ്ട് അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കൈയടിച്ച കർത്താവ് പറഞ്ഞേ പോരാ. ആമേൻ. പ്രിസലോഷ് ദൈവത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. സാക്ഷ്യം കേട്ടോ, വായിക്കുക. അതിൻ്റെ പേര് പറയാനും ബുദ്ധിമുട്ടാണ്, അതിൻ്റെ വാക്യം കൊണ്ട് പറയാം. പ്രിസലോഷ് എന്നിട്ട് പറയാണ്, ഇപ്പം ഞാൻ ഈ കത്തെഴുതുന്നത് പ്രിസലോഷ് എൻ്റെ മോൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിൽ കഴിയുകയാണ്. പ്രിസലോഷ് അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മോൻ്റെ എക്സാമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൊരു മകൾ എഴുതിയിരിക്കുക. പ്രിസലോഷ് എന്തു മനസ്സിലായി? അവരെപ്പോഴാണ് വരുന്നത്? പറഞ്ഞേ, എപ്പോഴാണ് വരുന്നത്? നന്ദി പറയാൻ പോലും വരുന്നില്ല. നന്ദി പറയുന്നത് എപ്പോഴാ? അവർക്ക് മനസ്സിലായി. 1 വർഷം കഴിഞ്ഞു. വരുന്നത് എപ്പോഴാ? അടുത്തൊരു തകർച്ച. അത്രയും നന്ദിയില്ലാത്ത ജനം, ദൈവത്തെ അറിയാത്ത ജനം. ഇങ്ങനെ ഒരു സാക്ഷ്യമില്ല, 100 കണക്കിന് കിട്ടിയിട്ടുണ്ട്. അതായത് അവര് വരുന്നത് വെറും ഭൗതിക, അപ്പോൾ അതൊക്കെ ധൂർത്തപുത്രന്മാരും ധൂർത്തപുത്രികളും. അപ്പൊ അതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് അപ്പോൾ തന്നെ നന്ദി പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നമ്മൾ തയ്യാറാകേണ്ടവരല്ലേ? 10 കുഷ്ഠരോഗികളിൽ ചോദിച്ചു, ഒരുവൻ മാത്രം തിരിച്ചെത്തിയപ്പോൾ പറയുന്നുണ്ട്, ഇവന് മാത്രമേ, ഈ വിജാതീയന് മാത്രമേ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയുള്ളൂ, ബാക്കിയുള്ളവരെന്തേ? പലപ്പോഴും കാണാൻ പറ്റും ചില സമയത്തുള്ള മാനസാന്തരം, മദ്യപാനമൊക്കെ നിർത്തും, പുകവലി നിർത്തും, മയക്കുമരുന്ന് നിർത്തും. എന്തിനു വേണ്ടിയാ? കാര്യസാധ്യത്തിന് വേണ്ടി. കാര്യം സാധിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ വഴി. അവരെയൊക്കെ നോക്കി ദൈവം പറയുന്ന വാക്കിതാ, അവരൊക്കെ ഇപ്പോഴും ധൂർത്തപുത്രന്മാരും ധൂർത്തപുത്രികളുമാണ്.
യേശുവിനെ അവരാരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. യേശു. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. എനിക്ക് ധൂർത്തപുത്രൻ മാരക പാപിയായ അവൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവനിലേക്ക് ഇവനെല്ലാം വസ്ത്രം കൊടുത്ത് മോതിരം കൊടുത്ത് അവരെ കാലുകളിൽ ചെരുപ്പണിയിച്ച് അവനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ അതൊരു കാരണമുണ്ട്. അവൻ അത്രമാത്രം എളിമപ്പെട്ടാണ് അവൻ വരുന്നത്. 100% ദാസനായി എന്നെ സ്വീകരിക്കണേ. എളിമപ്പെട്ടു, പരമാവധി ദൈവത്തെ അംഗീകരിച്ചു. എനിക്ക് ഇനി വേറെ ഞാൻ പോകുകയല്ല, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറയുക. ജീവിതം മുഴുവനും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിക്കൊണ്ടുവരുന്നവൻ. ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ദൈവത്തോടു കൂടെ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭൃത്യനായിട്ടിരുന്നാലും മതി, എനിക്ക് അത്രയും മതി. എനിക്ക് ഒരു ലാഭവും വേണ്ട, ഒരു നേട്ടവും വേണ്ട, എനിക്ക് പഴയ പോലെ വീതവും വേണ്ട, പണവും വേണ്ട, കാശും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഒരു ഭൃത്യനായിട്ട് ഒരു ദാസനായിട്ട് ഇരുന്നാ മതി. അത്രമാത്രം എളിമപ്പെട്ടവനാണ് ധൂർത്തപുത്രൻ. ഇനി എനിക്കൊന്നും വേണ്ട, എനിക്ക് രോഗശാന്തിയും വേണ്ട, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കണ്ട, എനിക്ക് വീട് പണിയണ്ട, എനിക്ക് കൃഷിസ്ഥലം വേണ്ട, എനിക്ക് ജോലി പ്രത്യേകമായ അധികാര സ്ഥാനങ്ങളൊന്നും വേണ്ട, എനിക്ക് നീ മാത്രം മതി. എനിക്ക് ഇവിടുത്തെ ഒരു ദാസനായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു പണി മാത്രം തന്നാൽ മതി. നീ തരുന്നത് എന്തും എടുക്കാൻ ഞാൻ തയ്യാറാ, നീ തരുന്ന ഏതു പണിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. അതാണ് അവൻ്റെ മനോഭാവം. അങ്ങനെ വരുന്നവൻ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ആരും വന്നിട്ടില്ല. അങ്ങനെ വരുന്നവൻ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. അല്ലാത്ത ആരും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ വരുന്നവൻ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ, അല്ലാത്ത ആരും തിരിച്ചു വന്നിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരണമെന്നുണ്ടോ? യേശുവേ നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? 10 ശനിയാഴ്ച 50 ശനിയാഴ്ച വന്നതുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? ഒരിക്കലില്ല. അങ്ങനെ വരുന്നു. ഇനി എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്കൊരു ദാസന, എന്തെങ്കിലും ഒരു പണി. നീ പറയുന്നത് എന്തും ദാസനാകാക്കിന്റെ അർത്ഥം. ഇത് നീ പറയുന്നത് എന്തു ഞാൻ ചെയ്തോളൂ. അല്ലാണ്ട് എനിക്ക് എൻ്റെതായ വാക്കുകളോ ഡിമാൻഡിങ് ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഡിമാൻഡിങ്ങോട് കൂടിയാണോ, അതോ നീ എന്ത് തന്നാൽ സ്വീകരിച്ചോളാം എന്നുകൊണ്ടാണോ? ഡിമാൻഡിങ്ങോട് കൂടിയാണ് നിൽക്കുന്നെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ തിരിച്ചെത്തിയിട്ടില്ല കേട്ടോ. ഡിമാൻഡിങ്ങോട് കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് എങ്കില് നിങ്ങൾ ആരും ആരെ അറിഞ്ഞിട്ടില്ല? ദൈവസ്നേഹം അറിഞ്ഞിട്ടില്ല. ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്ന എളിമയുടെ മനോഭാവം അതിലേക്ക് ഇരിക്കുമ്പോഴാണ് കൃപ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് കരുണയുടെ വർഷം. ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കണമെങ്കിൽ അതുപോലെ എളിമപ്പെടണം. സ്തുതിച്ച് അഭിഷേകം കൊടുക്കട്ടെ. പോരാ, ഉച്ചത്തില് പോരാ. ഹല്ലേലൂയ. കെട്ടടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. ഉച്ചത്തില് ആമേൻ. അതുകൊണ്ട് മദ്യപാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റില്ല. അത് ഉപേക്ഷിക്കണം. കുപ്പി വലിച്ചെറിയണം, ജീവിതം നിർത്തണത്, മദ്യം വലിച്ചെറിയണത്, പുകവലിയൊക്കെ വലിച്ചെറിയണതൊക്കെ, വിവിധ ബന്ധങ്ങൾ വലിച്ചെറിയണം നീ, മന്ത്രവാദ കൂടത്രക്ക് വലിച്ചെറിയണം നീ, അഹംഭാവം എടുത്ത് കളയണം നീ, ഞാനെന്ന ഭാവം എടുത്ത് കളയണം. എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരു ശിശുവിനെ പോലെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. ശിശു മനോഭാവത്തോടെ. ഫോൺ ബന്ധങ്ങൾ ചില സുഖിക്കാൻ വേണ്ടി, ചില ഫ്രണ്ട്ഷിപ്പ്, വെറും ഫ്രണ്ട്ഷിപ്പ് മതി, അതുപോലും എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വരാതെ എങ്ങനെയാ ദൈവത്തിന് നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റുക? ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പറ്റും. യേശുവേ നന്ദി. അതുകൊണ്ട് ഇന്ന് വലിയൊരു മനസാന്തരത്തിൻ്റെ അഭിഷേക കൂട്ടായ്മയിലോട്ട് കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ കരുണയുടെ വർഷത്തിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ കരുണ കിട്ടാൻ ഇന്ന് മനുഷ്യരിലുണ്ടാകേണ്ടത് മനസാന്തരം. മനസാന്തരത്തിൻ്റെ ഫലമാണ് കരുണ. മനസാന്തരത്തിൻ്റെ ഫലമാണ് കരുണ. മനസാന്തരത്തിൻ്റെ ഫലമാണ് കരുണ. അനുതാപത്തിൻ്റെ ഫലമാണ് കരുണ.
പശ്ചാത്താപത്തിൻ്റെ അനന്തര ഫലമാണ് കരുണ. സഭയിലൂടെ അത് വാങ്ങിച്ചെടുത്തോണ്ട് ഈ മാസം 20 വരെയുള്ള സമയം ദൈവകരുണയുടെ ശരിക്കും നമ്മൾ കരുണ അനുഭവിക്കാൻ പോകും. അപ്പോൾ എല്ലാവരും കരുണ കാണിക്കണം. അതുകൊണ്ട് ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം, നിങ്ങൾ കുമ്പസാര കൂട്ടോട്ട് പോകുന്നതിന് മുമ്പ് ഒരു 10 കരുണപ്രവർത്തികളെങ്കിലും ആത്മാർത്ഥമായിട്ട് അയൽക്കാരോട്, കുടുംബാംഗങ്ങളോട്, നിങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളോട്, ജോലി സ്ഥലത്ത് എല്ലായിടത്തും ഒരു 10 കരുണയുടെ പ്രവർത്തികൾ ചെയ്തിട്ട് നിങ്ങൾ പോയി കുമ്പസാര കൂട്ടോട്ട് പോകുക. നന്ദി. വസ്ത്രമില്ലാത്തവന് വസ്ത്രം, ജയിലിൽ കഴിയുന്നതിനെ സന്ദർശിക്കുക, അനാഥനെ സഹായിക്കുക, വിധവകളെ സഹായിക്കുക, ഭവനമില്ലാത്തവനെ സഹായിക്കുക, മുറിവേറ്റവരെ സഹായിക്കുക, വീട്ടിലെ അപ്പനെ അമ്മനെ സ്നേഹിക്കുക. ചിലപ്പോൾ അപ്പനമ്മയും പറയും വേണ്ടെന്ന്, നിങ്ങൾ മക്കൾ പോകണം, അതവരുടെ കരുണയാണ്. തിരിച്ച് അപ്പനും പറയും മക്കൾ പൊക്കോ, നിങ്ങൾ പൊക്കോ, ഞങ്ങളിവിടെ നിങ്ങൾ പക്ഷേ നിങ്ങളുടെ കാര്യമൊക്കെ നടക്കട്ടെ, അത് അതുങ്ങളുടെ കരുണയുടെ മനോഭാവമാണ്. അപ്പം നിങ്ങൾ തിരിച്ച് അതല്ല ചെയ്യണം, തിരിച്ചവരോട് കരുണ കാണിക്കണം. ഇതെല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ കരുണയുടെ അഭിഷേകം നമുക്ക് ലഭിക്കും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ മക്കളെ, പോരാ 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 പോരാ, കെട്ടാടിയട്ടെ, അടിയട്ടെ 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 അടിയട്ടെ. ആമേൻ. അപ്പോൾ ഞാൻ തുടങ്ങിയ ദൈവത്തിൻ്റെ നീതിയാണ് കരുണ. ഞാൻ പറഞ്ഞു മാരകപാപം, ലഘുപാപം. അപ്പോൾ ഒരിക്കൽ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു വന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്നത് ലഘുപാപത്തിൽ കഴിയുന്നവരാണ്. ലഘുപാപം എന്നത് ബൈബിള് പറയുന്നത്, ശ്വാസം പഠിപ്പിക്കുന്നത്, പൂർണ്ണമായ അറിവും സമ്മതവും ഇല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവർത്തികളാണ് ലഘു. അറിവില്ലായ്മപ്പെട്ട, പൂർണ്ണമായ അറിവില്ല, തെറ്റായ അറിവിലൂടെ വന്ന പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇത് നമുക്ക് പറയാൻ എല്ലാ കാര്യത്തിലും പറ്റില്ല. ഒരു ഡോക്ടർ അബോർഷൻ നടത്തുമ്പോൾ അത് ഗൗരവമേറിയ പാപം തന്നെ. അതിന് പോയി ചെയ്തു കൊടുക്കുമ്പോൾ മനുഷ്യ ജീവനാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ മേഖലയും അറിഞ്ഞുകൊണ്ട് പല വ്യക്തി ഏറ്റവും വലിയ പാപത്തിലൊന്നാണ് എന്നറിയാവോ? കുമ്പസാരിച്ചാൽ പാപം മാഞ്ഞു പൊക്കോളും എന്ന് കരുതിക്കൊണ്ട് ബോധപൂർവം പോയി പാപം ചെയ്യുന്നത് തന്നെ ബോധപൂർവം ചെയ്യുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവും? കുമ്പസാരവും ഇൻവാലിഡ് ആവും. ഇതും പ്രശ്നമാണ്. കാരണം ബോധപൂർവമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യും. കുമ്പസാരക്കൂടുള്ളത് കൊണ്ട് പോയി ചെയ്തിട്ട് അപ്പൊ അത് തന്നെ അവന്റെ പാപത്തിന്റെ ഗൗരവത്വം കുറയ്ക്കുന്നു, കൂട്ടുന്നു. പറഞ്ഞേ അത് തന്നെ പാപത്തിന്റെ ഗൗരവത്വം കൂട്ടുക. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന കർത്താവിന്റെ കരുണ, കൃപ അത് അനുഭവിക്കാൻ ഞാൻ ഒരുപാട് എളിമപ്പെടാൻ തയ്യാറാകണം. അപ്പൊ എളിമപ്പെട്ട് പശ്ചാത്തലം. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ പ്രത്യേക സഭ പഠിപ്പിക്കുന്നത് അനുസരിച്ച് ഭൂമിയിൽ വെച്ച് വിശുദ്ധീകരണം പൂർത്തിയാകാത്ത ആത്മാക്കൾ യേശുവിനോട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ കുമ്പസാരം കഴിഞ്ഞ ഉടനെ വരും. പക്ഷേ പാപത്തിന് പരിഹാരമോ പാപകടങ്ങൾ നീക്കാൻ ചെയ്തിട്ടില്ല. അപ്പം പാപകടം എന്നൊരു തത്വമുണ്ട്. പാപകടം രണ്ടും രണ്ട്, പാപവും പാപകടവും. അപ്പം ഇത് നീങ്ങിയിട്ടില്ല. അപ്പം ആരായാലും ശരി അച്ഛന്മാരും എല്ലാവരും ശരി, മരണസമയത്ത് അതിന് ശേഷം ഇവർ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. അതടുത്തത് കർത്തൂസിൻ സന്യാസികളിടയിൽ ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒത്തിരി ഉണ്ടാകുമായിരുന്നു. അവർ പഠിപ്പിക്കുന്നൊരു തത്വം കേട്ടാൽ നിങ്ങൾ പേടിച്ചു. അപ്പോൾ ഒരിക്കലൊരു കർത്തൂസൻ സന്യാസിയുടെ അടുക്കൽ ഒരാളും ചോദിക്കുന്നുണ്ട്, ഒരു പാപി, വലിയൊരു മാരക പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തി മരിച്ചു അനുദപിച്ച അവസാനം മരണസമയത്ത് ആള് ജീവിതകാലം മുഴുവൻ പാപത്തിന് അടിമയായി ജീവിച്ചു. പക്ഷെ മരണസമയത്ത് എങ്ങനെയോ ഇദ്ദേഹം മനസ്സാന്തരപ്പെട്ടു, പശ്ചാത്തപിച്ചു, കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു, പാപമോചനം വാങ്ങിച്ചെടുത്ത് മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആത്മാവ് എവിടെ പോകും? ഉടനെ സന്യാസി പ്രാർത്ഥനയ്ക്ക് മുഴുകിയിട്ട് വന്നിട്ട് പറഞ്ഞു, ആത്മാവ് 100% ശുദ്ധീകരണ സ്ഥലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അത് നരകത്തിൽ പോകില്ല, നരകാഗ്നിയിൽ നിന്നും ആൾക്ക് രക്ഷ കിട്ടി. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചതാണ്, ഇനി ഇത്രയും കാലം ഈ മാരക പാപങ്ങളെല്ലാം ഒഴുകി ജീവിച്ച ഈ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിൽ എത്ര നാൾ കഴിയേണ്ടി വരും എന്നൊരു ചോദ്യം ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം, ദൈവം എന്നോട് അരുളപ്പാട് തന്നാൽ മാത്രം ഞാൻ പറയാം.
മാസങ്ങളോളം പോയി സന്യാസി ദൈവസന്നിധിയിൽ അരുളപ്പാടിനായിട്ട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. വെളിപാടിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയുന്ന ആൾക്കൊരു വെളിപാട് കിട്ടി എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആള് കണ്ടെന്ന് പറയും. അതായത് ഈ ആത്മാവ് ലോകാവസാനം വരെ ശുദ്ധീകരണാഗ്നിയിൽ കഴിയേണ്ടി വരുന്നു. ടിൽ ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത്. ടിൽ ദി എൻഡ് ഓഫ്. അതുകൊണ്ട് മാരക പാപത്തിൽ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ അവസാനം മാനസാന്തരപ്പെട്ടു കുമ്പസാരമൊക്കെ മരിക്കുക. തീർച്ചയായിട്ടും പാപകടങ്ങൾ വീടാൻ വേണ്ടി ഒരു ദീർഘകാലം പാപകടങ്ങൾ വീട്ടപ്പെടാൻ വേണ്ടി ലോകാവസാനം വരെ ഈ ആത്മാവ് സഹനാഗ്നിയിൽ കഴിയേണ്ടി വരുമെന്നാണ് കർത്തൂസ്യ സന്യാസികൾ പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന്, നമ്മൾ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണേണ്ടത്, ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഈശോ എനിക്ക് തരുന്ന ബോധ്യവും നമുക്ക് തരണം. ഈ ഭൂമി വെച്ചുണ്ടാകുന്ന മുഴുവൻ സഹനങ്ങളെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് സ്വീകരിച്ച് ആത്മരക്ഷകൻ പ്രാർത്ഥിക്കുക. 100% വിശുദ്ധിയിൽ ജീവിക്കാൻ തയ്യാറാകുക. പുണ്യപ്രവർത്തികൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അന്ന് തന്നെ സ്വർഗമാകുന്ന പർദീസായിൽ പ്രവേശിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. മരിക്കുന്ന അന്ന് കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാനും വിശുദ്ധരുടെ കൂടെയും അപ്പസ്തോലന്മാരുടെ കൂടെയും പരിശുദ്ധ അമ്മയുടെയും കൂടെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും. നമ്മൾ ഭൂമിയിൽ പല വീട് ഉണ്ടാക്കണം, കൃഷി ഉണ്ടാക്കണം, വീട് കെട്ടിടം പണിയണം, വിദേശത്ത് പോകണം, ജോലി വേണം, മക്കളെ പഠിപ്പിക്കണം, വളർത്തണം. ഇതെല്ലാം ഇന്ന് മനുഷ്യർ ചെയ്യുന്ന അതൊരു ജീവിത ലക്ഷ്യമാകരുത്. ജീവിതത്തിൻ്റെ മാർഗം ഈ ഭൂമിയിൽ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നു. പലരും അതുകൊണ്ട് തന്നെ തകർന്നു. ചില കുഞ്ഞുങ്ങളൊക്കെ ഡോക്ടർമാരൊക്കെ ആകുമ്പം ഞാൻ കേട്ടിട്ടുണ്ട് 1 കോടി രൂപ 1.5 കോടി രൂപ ഒക്കെ ഡൊണേഷനൊക്കെ മുഴുവൻ കള്ളത്തരങ്ങൾ കാണിച്ചും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയും കള്ളത്തരത്തില്ല. ചിലപ്പോൾ സാറുമാരും ടീച്ചേഴ്സും പ്രൊഫസേഴ്സും യൂണിവേഴ്സിറ്റിയും എല്ലാം ഐക്യം ചേർന്ന് ഈ കള്ളത്തരങ്ങളെല്ലാം കാണിച്ച് മേടി. അപ്പോൾ തന്നെ ഈ കൊച്ചിൻ്റെ നേട്ടമല്ലത്, പരാജയമാണ്, മുഴുവൻ പാപമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി പലതിനും കൂട്ടത്തി കൈക്കൂലിയും കൊടുത്ത് അതും കൊടുത്ത് ഇതും കൊടുത്ത് മുഴുവൻ ചെയ്ത് കയറി ഇത് മുഴുവൻ അവൻ്റെ പാപക്കടമായിട്ട് കിടക്കും. അച്ഛൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? അത് അവൻ്റെ ആത്മാവ്. അപ്പോൾ ഈ അപ്പന്മാരൊക്കെ കൊച്ചുങ്ങളെ വളർത്തി നരകാഗ്നിയിലോട്ട് കൊണ്ടുപോകുക. ഈ കുഞ്ഞുങ്ങൾ അതിന് വീണ്ടും പോവുക. അതുകൊണ്ടാണ് അതുപോലെ അത് മനസ്സിലാക്കി. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾ രോഗങ്ങളും തകർച്ചകളും വരുമ്പോൾ ഏതുതരം രോഗമാകട്ടെ അതിനെ മാതാപിതാക്കൾ എടുക്കേണ്ടത് ദൈവം ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു സഹനമാണ്. ഇതുവഴി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവത്തിന് പരിഹാര ബലിയാണ് ഞങ്ങൾക്ക് തരുന്നത്. നന്ദി പറയണം. ഒരു രോഗിയായ കുഞ്ഞൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, രോഗികളായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തകർച്ചകൾക്ക് മാനസിക രോഗമാകട്ടെ എന്തെങ്കിലും അതെല്ലാം നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം തരുന്ന എല്ലാത്തരം അശുദ്ധിയും നമ്മൾ മാറ്റാൻ ദൈവം തരുന്നത്. അതുകൊണ്ട് ആ കുടുംബത്തോട് ദൈവം കാണി, ആ കുടുംബത്തിലെ ആത്മാവിനെ സ്വന്തമാക്കാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ ദൈവത്തിൽ കാണണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നം നമ്മളെ കണ്ണുകളുടെ വിശപ്പാണ് പ്രശ്നം. ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം കണ്ണുകളുടെ വിശപ്പാണ്. അവൻ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ, വണ്ടികൾ യാത്ര ചെയ്യുമ്പോൾ, ഇടവത്തും വലത്തും നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ അവൻ കാണുന്ന പല കാഴ്ചകളും പല സംഭവങ്ങളും അതിനോടുള്ള അവൻ്റെ സ്നേഹ ആർത്തി ആഗ്രഹം, ആ ആഗ്രഹം അവനെ കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യിക്കും. ചുറ്റുമിറങ്ങി നടക്കുമ്പോൾ അതാണ് ലക്ഷ്യം. അപ്പോൾ അവൻ്റെ അത് കണ്ടു, ഇനി അത് മേടിക്കണം, ഇനി അത് കണ്ടു അത് മേടിക്കണം. അവിടുത്തെ മോനിൻ്റെ അടുത്ത് അവിടെ എൻ്റെ മോൻ, ആ മോൻ എന്നെ പഠിക്കുന്നു, എനിക്ക് എൻ്റെ മോളെ അത് പഠിപ്പിക്കണം, എൻ്റെ മോളെ അത് പഠിക്കണം, അത് പഠിക്കും. അവൻ്റെ കല്യാണം അത് ഒരു കല്യാണ ആഘോഷത്തിന് പോയി എൻ്റെ മോളുടെ കല്യാണ ആഘോഷം ഇതിനേക്കാളും ഗംഭീരമായിട്ട് നടത്തണം. ഈ കോമ്പറ്റീറ്റീവ് ഇത് മുഴുവൻ അത് കണ്ണിൻ്റെ, അത് പാപത്തിലേക്ക് പോകും. അതാണ് പൗലോസ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ജഡത്തിന്റെ ദുരാശ, കണ്ണുകൾ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഇതൊന്നും പിതാവിൽ നിന്നല്ല. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ. കണ്ടോ? ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കള്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഡോക്ടറായില്ലേലും സ്വർഗത്തിൽ പോയ അവിശുദ്ധരാകട്ടെ. അൽഫോൻസാമ ഒത്തിരി വയസ്സൊന്നും ലോകത്ത് ജീവിച്ചിരുന്നില്ല. 34 വയസ്സ് പ്രായം. ഈ 34 വയസ്സ് കഴിയുമ്പോൾ അവൾ വിശുദ്ധരുടെ ഗണത്തിൽ. നോക്കി, നിങ്ങളുടെ മക്കളെക്കാൾ അഡ്രസ് ഉണ്ടാക്കാം അൽഫോൻസാമയ്ക്ക്.
നിങ്ങളുടെ എല്ലാവർക്കും അഡ്രസ്സും അവൾ എന്ത് നേടി ലോകത്തിൻ്റെ മുമ്പിൽ? സ്വർണ്ണാഭരണം ഇട്ടവളാണോ? വലിയ വീട്ടിൽ കഴിഞ്ഞവളാണോ? വലിയ വണ്ടിയിലോ കയറുന്നതാണോ? ഒന്നുമില്ല. അവൾ വിശുദ്ധയായിരുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ വലുത് വിശുദ്ധിയുള്ളവർക്കാണ്. ഒന്ന് കൈയടിച്ച് കേട്ടോ, നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ, ഉച്ചത്തില് പോരാ. ആടിയട്ടെ ആടിയട്ടെ ആടിയട്ടെ, കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, ഈശോയേന്ന് വിളിച്ചേ, വിശ്വേന്ന് വിളിച്ചേ, വിശ്വേന്ന് വിളിച്ചേ. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇന്നത്തെ ഒരു കരുണയുടെ, ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്ന മുഴുവൻ മക്കൾക്കും കരുണ കിട്ടാൻ വേണ്ടിയുള്ള പ്രത്യേകമായ കുർബാനയായിരിക്കും അർപ്പിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങി അനുദപിച്ച് പ്രാർത്ഥിച്ചോണം. ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോ രൂപതകളുള്ള കരുണയുടെ ദേവാലയത്തിൻ്റെ കരുണയുടെ വാതിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയും അതുപോലെ നിങ്ങൾ അവിടെ കയറി ഒരു വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ, 3 നിറഞ്ഞ മറിയം, ഒരു തിരുത്തസ്തുതി ഒക്കെ ചൊല്ലി കരുണ വാങ്ങിച്ചെടുത്ത് കുമ്പസാരിക്കണം. ഒരു കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്ത് പൂർണ്ണമായ ദണ്ഡവിമോചന സഭയിലൂടെ സ്വന്തമാക്കിക്കൊണ്ട് ആത്മരക്ഷ ത്വരിതപ്പെടുത്തുവാനായിട്ട് തയ്യാറാകണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ലോകരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം ഇനി നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മനാശം. ഒന്നാമത് ഒരുപാട് തകർച്ചകളുടെ അപകടങ്ങളുടെയും നാളുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് ഒരുപാട് അപകടം, മരണങ്ങളും ദുരന്തമാണ്. കുട്ടികൾ ഉൾപ്പെടെ എത്ര എണ്ണം മരിക്കുന്നറിയാവും. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇന്ന് വാഹന അപകടങ്ങൾ എത്ര എണ്ണം മരിച്ചു പോകുന്നു. നാട് മുഴുവൻ മരണത്തിൻ്റെ ഒരു പ്രകേളിയ മുഴുവൻ. അത് പ്രൈസ് ദി ലോർഡ്. എവിടെ നോക്കിയാലും ഇങ്ങനെ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ മരിച്ചു. അത് പ്രായമൊന്നുമില്ല. ഇന്ന് ആരോഗ്യമുള്ളവന് നാളെ ക്യാൻസർ എന്നറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നാളെ കഴിഞ്ഞ് അവൻ്റെ മരണമെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ വരുന്ന കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇനി മനുഷ്യന് ഇനിയും ഈ പണത്തോടും സുഖത്തോടുള്ള ആർത്തി പോകുന്നില്ല. അത് പിന്നെ വലിയ അപകടം. അവൻ വിടുക, വിട്ടിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കേട്ടോ, നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ, കൈകൾ ഉയർത്തി അടിച്ച് പോരാ. ആമേൻ ആമേൻ. നിങ്ങൾ ഇപ്പോഴും ധ്യാനിക്കേണ്ട വിഷയമാണ് മരണം എന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ മറന്നേക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 അടി മണ്ണേ ഉള്ളൂ. മരണമെന്ന വലിയ യാഥാർത്ഥ്യം ഒരിക്കലും വിസ്മരിച്ചേക്കരുത്. മരണമെന്ന വലിയ യാഥാർത്ഥ്യം ഒരിക്കലും വിസ്മരിച്ചേക്കരുത്. യേശുവേ നന്ദി. അപ്പം മരണം എന്ന വലിയ യാഥാർത്ഥ്യം, അതിനുശേഷമുള്ള ജീവിതം, അതിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ കാണുവാനായിട്ട് തയ്യാറാകണം. ഈ വർഷം സഭ നമുക്ക് ഒരുക്കുന്ന കരുണ അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് സാക്ഷ്യങ്ങൾ വായിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആലയത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രത്യേകിച്ച് ഓരോ ധ്യാന അവസരത്തിലും, പ്രത്യേകിച്ച് ആദ്യ ശനിയാഴ്ച നടക്കുന്ന കൃപാഭിഷേകം കൺവെൻഷനിൽ വെച്ച് ദൈവം വർഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയ അനുഗ്രഹങ്ങളും വലിയ അഭിഷേകങ്ങളും വലിയ കൃപകളും വർഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് ഏറെ നന്ദി പറയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകണം. അവർക്ക് പറഞ്ഞ യേശുവേ നന്ദി. അതിൻ്റെ കാരണം നമ്മുടെ ഓരോ കൺവെൻഷനിലും ഈശോ ജീവനോടെ ഇവിടെ വരികയും കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ സാക്ഷ്യം വായിക്കുകയാണ്. 2 സാക്ഷ്യം ഒരുമിച്ചാണ് നമുക്ക് ദൈവത്തെ നന്ദി പറയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പേര് സോണി. 8 വർഷമായി ഞങ്ങൾ കുടുംബത്തോടെ ദോഹയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ 7 വയസ്സുള്ള മകൾ കെസ്സിക്ക് ലഭിച്ച അത്ഭുത രോഗശാന്തി ദൈവമഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനിച്ച് 7 മാസം പ്രായമുള്ളപ്പോൾ മുതൽ അജ്ഞാതമായ ഒരു രോഗം അവളിൽ കാണപ്പെട്ടു തുടങ്ങി. കഠിനമായ ഉദരവേദനയും ഛർദിയുമായിരുന്നു ആദ്യ ലക്ഷണങ്ങൾ. എണ്ണമറ്റ വിധം ഛർദിക്കുകയും ആഹാരവും വെള്ളവുമില്ലാതെ IV ഫ്ലൂയിഡ് മാത്രം നൽകി അനേക മാസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും രക്തം ഛർദിക്കുമായിരുന്നു. വൈദ്യശാസ്ത്രം ആവശ്യപ്പെട്ട് എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടും രോഗം കണ്ടുപിടിക്കാനോ സൗഖ്യപ്പെടുത്താനോ ആർക്കും സാധിച്ചില്ല. 7 വർഷക്കാലം ദോഹയിലും കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പ്രശസ്ത ഹോസ്പിറ്റലുകളിലും ചികിത്സ നടത്തിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. അമേരിക്ക,
യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും റിസർച്ച് നടത്തുവാൻ വന്ന ഡോക്ടർമാർ പോലും ഈ രോഗത്തിനൊരു പ്രതിവിധി കണ്ടെത്താൻ പറ്റാതെ വലഞ്ഞു. തുടർച്ചയായ ചികിത്സയുടെ ഫലമായി കുട്ടിക്ക് പഠനങ്ങൾ മുടങ്ങുകയും മാത്രമല്ല സാമ്പത്തികമായി ഞങ്ങൾ വളരെയേറെ തകരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗത്തിന് ഒരു പ്രതിവിധിയും ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ മാനസികമായി ആകെ തളർന്നു. ഈ ദുരവസ്ഥയിൽ മനസ്സ് നീറിക്കഴിയുമ്പോൾ ചില സുഹൃത്തുക്കളിലൂടെ അണക്കരയിലുള്ള മരിയൻ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുവാൻ ഇടയായി. ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടെ തളർന്നു കിടന്നിരുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അണക്കര മരിയൻ ധ്യാനകേന്ദ്രത്തിൽ എത്തുകയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇതൊരു രോഗാവസ്ഥ അല്ലെന്നും വലിയൊരു പൈശാചിക ബന്ധനം ആയതിനാൽ കുടുംബമായി ധ്യാനത്തിൽ സംബന്ധിക്കണമെന്നും അച്ഛൻ ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ മരീനിൽ നടന്ന കൃപാനുഭവ ധ്യാനത്തിൽ ഞാനും ഭാര്യയും സംബന്ധിച്ച് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ഈശോ ഞങ്ങൾക്ക് അത്ഭുതകരമായ അടയാളങ്ങളോടെ ദൈവാനുഭവങ്ങൾ നൽകി. ആ സമയത്ത് തന്നെ അച്ഛൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരു കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഗൾഫിൽ നിന്ന് വന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ഞങ്ങളുടെ കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സന്ദേശം ഞങ്ങളെക്കുറിച്ച് തന്നെ ആയിരുന്നു. 7 വർഷമായി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പീഡിപ്പിച്ചിരുന്ന ആ ബന്ധനം രോഗം യേശു ക്രിസ്തു പൂർണ്ണമായി ആ സമയത്ത് എടുത്ത് മാറ്റി ഞങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് പരിപൂർണമായി സുഖപ്പെടുത്തി. പിന്നീട് ഇന്ന് വരെ ആ രോഗം അവൾക്കുണ്ടായിട്ടില്ല. പ്രശസ്തരായ നിരവധി ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ ഞങ്ങളുടെ മകള് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ സൗഖ്യപ്പെട്ട് സന്തോഷത്തോടെ കഴിയുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കൈകളടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. കരങ്ങളുയർത്തി ഒറ്റ വിളി, ഈശോയേ, ഈശോയേ നന്ദി നന്ദി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ധ്യാനത്തിൽ തന്നെ ദൈവം നൽകിയ മറ്റൊരനുഗ്രഹം കൂടി സാക്ഷ്യപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യ ആരാധനയുടെ ഇടയിൽ വെച്ച് അച്ഛൻ വിളിച്ചു പറഞ്ഞു, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് 25 സെന്റ് സ്ഥലം കർത്താവ് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സന്ദേശം ഞങ്ങൾക്കുള്ളതായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഞങ്ങളോട് ആലോചിക്കാതെ തന്നെ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ 25 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് നൽകി കഴിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ ഹല്ലേലൂയ. അങ്ങനെ ആ സ്ഥലം ഞങ്ങൾ വാങ്ങിക്കുകയും ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു ഭവനം തരികയും ചെയ്തതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. 2 കരങ്ങൾ സൂചിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നന്ദി 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 നന്ദി. ആമേൻ 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 ആമേൻ. ഇത് ദൈവത്തിന്റെ കരുണയാണ്. ഇത് ദൈവത്തിന്റെ കരുണ കിട്ടി. ഇവിടെ വരുന്ന കരുണ കിട്ടും. ഇത് കരുണ, ഇതെല്ലാം കരുണയാണ്, അർഹതയല്ല. എന്താണത്? ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്നത് കുമ്പസാരിച്ചാണ്. നന്നായിട്ട് കുമ്പസാരിച്ച് അച്ഛൻ അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരുണ കിട്ടും. കരുണയാണ് കിട്ടുന്നത്. ഹല്ലേലൂയ. കൈയടിച്ച് ദൈവം തന്നെ പറഞ്ഞ മക്കളെ പോരാ ഉച്ചത്തില് ആമേൻ ആമേൻ. സ്ഥലമെടുത്ത് പറഞ്ഞ് യേശുവേ നന്ദി. 2 കരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയാ ഹല്ലേലൂയാ. അടുത്തൊരു സാക്ഷ്യം വലിയ സാക്ഷ്യമാണ്. 8 വയസ്സുള്ള കുട്ടിയുടെ സംസാര തടസ്സം കർത്താവ് സൗഖ്യപ്പെടുത്തി. വലിയ സൗഖ്യം. എൻ്റെ പേര് സ്മിത മാത്യു. ഞങ്ങൾ കുടുംബസമേതം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ 8 വയസ്സുള്ള മകൻ സ്റ്റീവന് ഈശോ നൽകി വലിയ രോഗശാന്തി സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഏറെ ബാധിച്ചിരുന്ന പ്രശ്നമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗം. ഇതുമൂലം ഞങ്ങൾ വളരെയേറെ ദുഃഖം അനുഭവിച്ചു. ഈ വൈകല്യം മൂലം അവൻ്റെ പഠനം പ്രതിസന്ധിയിലായി. അവൻ്റെ അധ്യാപകരും ഈ വൈകല്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും ആശയവിനിമയം നടത്താൻ അവൻ വിഷമിച്ചിരുന്നു. ഈ വലിയ വിഷമഘട്ടത്തിലാണ് 2016 സെപ്റ്റംബർ സിഡ്നിയിൽ വെച്ച് അച്ഛൻ നടത്തിയ കൃപാഭിഷേക ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയത്. ശുശ്രൂഷയെ സംബന്ധിക്കവേ കുഞ്ഞിൻ്റെ ഈ വൈകല്യവും
ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളും ദൈവകരങ്ങളും സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേ ആരാധനയുടെ മധ്യേ ഈശോ കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നുവെന്നും സംസാര തടസ്സമുള്ളൊരു കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു, എന്നാൽ അത് വിക്രോഗം അല്ല എന്നും അച്ഛൻ സന്ദേശമായി വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്നും ഓർക്കുന്നുണ്ട് ആ സംഭവം. 1 മാസം മുമ്പ് ഉണ്ടായ കാര്യമാണ്. സിഡ്നി വെച്ചുണ്ടായ സംഭവമാണ്. അപ്പം ഞാൻ ശരിക്കും ഇത് കാണാവില്ല, എനിക്ക് കാണിച്ചിട്ടുണ്ട് ചില സമയത്ത്. ഈശോ ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ഒരു കുഞ്ഞിൻ്റെ അത് വിക്രോഗമല്ല, സംസാരിക്കാൻ പറ്റും, ജന്മനാ ഉള്ള സംസാര തടസ്സം. സംസാരിക്കാൻ പറ്റാത്ത കൊച്ച്, നാവ് കട്ടപ്പെട്ട് ശബ്ദങ്ങൾ മാത്രം വരുള്ളൂ. യേശുവേ നന്ദി. അപ്പം ഇത് 2-3 പ്രാവശ്യം ഇത് വിളിച്ച് പറഞ്ഞ് അവർ പറയാണ്, അത് ഞങ്ങളുടെ കുഞ്ഞിന് ഇത് സംഭവം ഇതാണ്. ഇവർ പറയാണ് ഇതിന് ശേഷം ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അവർ ഇവരുടെ കുഞ്ഞിനാണെന്ന് ഇവർ കരുതി വിശ്വസിച്ച് നന്ദി പറഞ്ഞു. സ്റ്റീവ് എന്ന് പറയുന്ന 8 വയസ്സുള്ള ഇവരുടെ കുഞ്ഞിനാണെന്ന് ഇവർ വിശ്വസിച്ചുകൊണ്ട് ഇവർ തിരിച്ചു പോകുന്നു. വീട്ടിൽ ചെന്ന് രാത്രി ശുശ്രൂഷ തീർന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 11:30 ആയിരുന്നു ഇവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം തന്നെ ഇവൻ്റെ മുഖത്തൊരു വലിയ വിടുതൽ ഇവർ കാണുന്നതായിട്ട് ഇവർ പറയുന്നുണ്ട്. അന്ന് ഇവർ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞ് 100% ക്ലിയറായിട്ട് സംസാരിച്ചു തുടങ്ങി. നാവിൻ്റെ കട്ടഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിച്ച് പൂർണ്ണമായ സൗഖ്യം കൊടുത്തു. ഒറ്റ വിളിച്ച് ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മറ്റൊന്നുള്ള എൻ്റെ പേര് ഷേർലി. 2016 ജൂൺ മാസം ചിക്കാഗോയിലെ സെൻറ് തോമസ് കത്തീഡ്രലിൽ അച്ഛൻ നടത്തിയ കൃപാഭിഷേക കൺവെൻഷൻ വെച്ച് ഈശോ ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹം നന്ദി പറയുന്നു. 15 വർഷമായി ഞങ്ങൾ ബന്ധിച്ചിട്ടിരുന്ന കടബാധ്യത മൂലം ഏറെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ കൺവെൻഷനിൽ പങ്കെടുത്തത്. 3 കോടി രൂപയുടെ കടബാധ്യത 12 വർഷമായി ശ്രമിച്ചിട്ടും സ്ഥലം വിൽപ്പന നടത്തിപ്പോലും വീട്ടാനാവാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ധ്യാനം സംബന്ധിക്കവേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഞങ്ങൾ കണ്ണുനീരോടോ പ്രാർത്ഥിച്ചു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആരാധന മധ്യേ ഒരു വ്യക്തിയുടെ നാട്ടിലെ സ്ഥലം വിറ്റ് കടബാധ്യത മാറ്റാൻ ഈശോ അനുഗ്രഹിക്കുന്നതും ജെയിംസ് എന്നൊരാളെ ഈശോ തൊടുന്നുവെന്നും അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് ഞങ്ങളെക്കുറിച്ച് ആണ് എന്ന് വിശ്വസിച്ച് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം ഞങ്ങൾക്ക് നൽകിയ സന്ദേശമായിരുന്നത്. പിറ്റേന്ന് പ്രഭാതത്തിലും അതിൻ്റെ പിറ്റേന്നുമായി നാട്ടിൽ നിന്നും 2 സഹോദരന്മാർ ഞങ്ങളെ വിളിക്കുകയും 12 വർഷമായി വിൽക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ കിടന്ന സ്ഥലങ്ങൾ അത്ഭുതകരമായി വിൽക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുകയും അങ്ങനെ കർത്താവ് ഞങ്ങളുടെ 2 കോടി രൂപയുടെ കടം എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊരു സാക്ഷ്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. കരങ്ങളുയർത്തി ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ 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 പോരാ. ഉച്ചത്തില് 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 പോരാ 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 പോരാ. ഉച്ചത്തില് 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 ഉച്ചത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇതുകൂടാതെ കുറേ സാക്ഷ്യങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ പെട്ടെന്നൊക്കെ പറയുകയാണ്. ഈ നാളുകൾ സംഭവിച്ചതാണ്. 14 വർഷം മക്കളില്ലാതൊരു കുടുംബത്തിന്, 12 വർഷം മക്കളില്ലാത്ത കുടുംബത്തിന്, അതുപോലെ 4 വർഷം മക്കളില്ലാത്ത കുടുംബത്തിന്, അതുപോലെ 7 വർഷം മക്കളില്ലാത്ത കുടുംബത്തിന് കർത്താവ് കുഞ്ഞുങ്ങൾ നൽകി കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് കർത്താവ് സാക്ഷ്യം നമുക്ക് ദൈവം നന്ദി പറയാം. കരം കൂടി ഉയർത്തി കഴിച്ച് ഒന്ന് പറഞ്ഞേ പോരാ 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 പോരാ. ഉച്ചത്തിൽ 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 ഉച്ചത്തിൽ. ആമേൻ. ഒറ്റ ഈശോയേന്ന് വിളിക്കട്ടെ. അത് മറ്റൊന്ന്, അതായത് 43 വർഷമായിട്ട് വലിയ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ ഈ കൺവെൻഷൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്ത് കർത്താവ് പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് നന്ദി പറഞ്ഞ് കൈയടിച്ചെന്ന് പോരാ പോരാ. ഉച്ചത്തിൽ 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 ഉച്ചത്തിൽ. ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. സർവ്വത്തെ പറഞ്ഞ യേശുവേ നന്ദി. ഇന്ന് കർത്താവ് ഒരുപാട് ഹീലിംഗ്സ്, ഒത്തിരി അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ സമയം പരിമിതികളോട് ഞാൻ നിർത്തുകയാണ്. കർത്താവിന് ഒരുപാട് നന്ദി പറയുന്നു. സർവ്വത്തെ പറഞ്ഞ യേശുവേ നന്ദി. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവമാവത്തെ. ആമേൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പൈശാചിക ബന്ധനങ്ങൾ ലോകത്ത് ഇന്ന് അതിശക്തമായിട്ടുണ്ട്. അനേകം മക്കളിലും കുടുംബങ്ങളൊക്കെ പൈശാചിക ബന്ധനം കാണാൻ പറ്റും. അപ്പോൾ ഇത് മാറണമെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്വരമോടത്ത് പറയാം ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അച്ഛന് ബോംബെ കൺവെൻഷനായിരുന്നു. വലിയൊരു കൂട്ടായ്മയായിരുന്നു, വലിയ അനുഗ്രഹമായിരുന്നു. ആ ദിവസങ്ങൾ ഒത്തിരി മിറക്കളുണ്ടായി. അതിലൊരു മിറക്കൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നടക്കാനേ പറ്റത്തില്ല, ആളിങ്ങനെ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് വന്ന പ്രൈസ് ദി ലോർഡ്. ബന്ധിച്ച് പാചകം ആൾ താഴെ പോയി. സ്വരമോടത്ത് പറയാം ഹല്ലേലൂയ.
എഴുന്നേൽക്കുമ്പോൾ ആള് ശരീരം മുഴുവൻ ബലം പ്രാപിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അസ്ഥികൾ ബലം പ്രാപിച്ചിരുന്നു. തിരിച്ച് വടിയൊന്നും ഇല്ലാതെ ആള് നടന്ന് സന്തോഷത്തോടെ ഭവനത്തേക്ക്. ഹല്ലേലൂയ. രണ്ട് കാലം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധി രോഗികൾ പ്രാർത്ഥിക്കാൻ വന്നു. കർത്താവ് അവരെല്ലാം തൊടുന്നുണ്ടായിരുന്നു. കർത്താവ് വലിയ വിടുതലും കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കും. ഇത് ഒറ്റ കാര്യം അച്ഛൻ പറഞ്ഞത്, ധൂർത്തപുത്രൻ അനുഗ്രഹം കിട്ടിയത് അവൻ ധൂർത്തപുത്രൻ അവൻ അകന്നുമല്ല, അകത്തേക്ക് വന്നു. അടുത്തേക്ക് വരുന്നൊക്കെ ഈശോയുടെ അടുത്തേക്ക് വരണം. അവിടെ നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ കരുണ, സ്നേഹം അത് നമ്മൾക്ക് വിചാരിക്കുന്നതിനേക്കാളും വലുതാണ്. ചിലർക്കും വീണ്ടും മാനസാന്തരപ്പെട്ടാൽ അല്ലെങ്കിൽ എനിക്ക് ഉപേക്ഷിച്ചാൽ എനിക്ക് സന്തോഷം കിട്ടുമോ, എനിക്ക് ആനന്ദം കിട്ടുമോ, എനിക്കിനി ഒരു ജീവിതം കിട്ടുമോ, ഇപ്പോൾ ഈ പാപത്തിൻ്റെ പണമൊക്കെ കളഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും, പാപത്തിൻ്റെ ചില കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ ജീവിക്കും, ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് എങ്ങനെ ജീവിക്കും? പ്രിയപ്പെട്ട മക്കളെ, അതൊന്നും സന്തോഷമല്ല. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമല്ല. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ ആനന്ദം, യഥാർത്ഥ സമാധാനം, യഥാർത്ഥ ഉയർച്ചയും വളർച്ചയും കിട്ടണമെങ്കിൽ അത് മുഴുവൻ ഉപേക്ഷിച്ച് നിങ്ങൾ ഈശോയുടെ അടുത്തേക്ക് ഒന്ന് വന്നു നോക്കി. പ്രൈസ് ദി ലോർഡ്. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം എനിക്ക് അതാണ് ഈശോ നമുക്ക് ഈശോ പഠിപ്പിച്ചില്ല. അച്ഛൻ പറഞ്ഞാൽ ഇത് ഈശോ പറഞ്ഞ കാര്യം അച്ഛൻ വായിച്ചെന്ന് ഞാൻ വായിച്ചതെന്ന് മാത്രം. ഈശോയുടെ കാര്യം ഞാൻ വായിച്ചെന്ന് മാത്രം ഈശോ ബൈബിളിൽ പറഞ്ഞു. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുണ അത് അതിൻ്റെ മാക്സിമം അനുഭവിക്കാൻ പറ്റും. അത് അനുഭവിക്കാത്ത വ്യക്തികളായി പ്രശ്നം ഉണ്ടാകും. അനുഭവിക്കണം, തിരിച്ചു വരണം. അതുകൊണ്ട് ലോകം നൽകുന്ന സുഖം ഒന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്നും ഒരു സന്തോഷമല്ല. നിങ്ങൾ നേടുന്നത് ഒന്നും നേട്ടമല്ല. അതൊന്നും ഒരു നേട്ടമല്ല, സന്തോഷമല്ല, ഒന്നും വലുതുമല്ല. അതിനേക്കാളൊക്കെ കോടാനുകോടി വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും. പ്രൈസ് ദി ലോർഡ്. അത് സ്വന്തമാക്കാൻ ഉള്ള കൃപയ്ക്കായിട്ട് അതുകൊണ്ട് മനസ്സാന്തരപ്പെടുവിൻ, ദൈവരാജ്യം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വലിയ ആരാധനയിലേക്ക് വരികയാണ്. സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ആരാധനയിലേക്ക് വരികയാണ്. നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട്, കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്